പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. 2 പേർ പ്രതികളാകും. അട്ടത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടി, സുഹൃത്ത് ഗോപി എന്നീ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. മരണകാരണം മർദ്ദനമേറ്റതാണെന്ന പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. പ്രസാദ് MG ഉണ്ട്. വിവരങ്ങളുമായി പ്രസാദ്. വിവരങ്ങൾ. ദീപ്തി, ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ഈ സന്ദീപിനെ വീടിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരത്ത് ഒരു വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായി എടുത്ത ഒരു കുഴിയുണ്ട്. അവിടെ ആ കുഴിയിലെ അവശനിലയിൽ ഈ സന്ദീപിനെ കാണുന്നത്, ഈ മർദ്ദനമേറ്റ് മരിച്ച യുവാവായ സന്ദീപിനെ കാണുന്നത്. അതുവഴി നടന്നു വഴിയാത്രക്കാരായിട്ടുള്ള 2-3 പേരാണ് ഇങ്ങനെ അവശ നിലയിൽ കാണുന്ന ഈ സന്ദീപിനെ കാണുകയും ഉടൻ തന്നെ അവര് സന്ദീപിന്റെ വീട്ടിൽ അറിയിക്കുകയും ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും എല്ലാം കൂടി സന്ദീപിനെ അന്നേരം തന്നെ ആംബുലൻസിലെത്തി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ച് ഏകദേശം ഇന്നലെ രാത്രി 8 മണിയോടുകൂടി സന്ദീപ് മരണപ്പെടുകയായിരുന്നു. ഈ മരണത്തിന് ശേഷം ഇന്ന് രാവിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകുകയും എന്നാൽ സന്ദീപിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ ഈ മരണത്തിലെ ദുരൂഹതകളും ചിലരെ സംശയം ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ നിന്നും ബോഡി ഇന്ന് രാവിലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും പോസ്റ്റ്മോർട്ടത്തിൽ ഈ സന്ദീപിനെ ആന്തരിക അവയവങ്ങൾക്ക് മാരകമായ രീതിയിൽ തന്നെ മർദ്ദനമേറ്റുന്നു ഉള്ള ഒരു കാര്യം വ്യക്തമായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ദീപ്തി, നമ്മൾ ഇന്നലെ ഇത് പോലീസ് ഈ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായത്, ഈ സന്ദീപ് ഈ അവശ നിലയിൽ കിടക്കുമ്പോൾ ഈ തൊട്ടടുത്ത ഈ കുഴിയുടെ അടുത്തുള്ള ഒരു വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പ്രതികൾ, അതായത് ഈ സന്ദീപ് സ്ഥിരമായി അവിടെ ഒരു വിവാഹിതയായ ഒരു യുവതിയുടെ വീട്ടിൽ പോവുകയും അവരുമായി ചില സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഈ വിവാഹിതയായ യുവതിയുടെ ബന്ധുക്കളായ കൃഷ്ണൻകുട്ടിയും ഗോപിയും മറ്റ് സുഹൃത്തുക്കളും എല്ലാം ഈ സന്ദീപിനുമായി ഇന്നലെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വാക്ക് തർക്കം ഉണ്ടാകുകയും അവര് സന്ദീപിനെ മർദ്ദിക്കുകയും അവശനിലയിൽ ഈ കുഴിയിൽ തള്ളിയിടുന്ന ഈ ദൃശ്യങ്ങളൊക്കെ ഈ അടുത്ത ഈ CCTVയിൽ നിന്നും ലഭിച്ചിരുന്നു. ഇവര് സന്ദീപ് ഈ മർദ്ദിക്കുന്ന അവരെത്തിയ ജീപ്പും ഒക്കെ ഈ CCTVയിൽ കൃത്യമായി പതിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജീപ്പിന്റെ നമ്പർ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റാർ പോലീസ് ഇന്നലെ രാത്രി തന്നെ ഈ ജീപ്പിൽ ഉപയോഗിച്ചിരുന്നവരെ 3 പേരെ അന്ന് രാത്രിയിൽ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരിൽ നിന്നും നാടൻ തോക്കും, അതായത് ഈ ചിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയുടെ വനമേഖലയാണ്. അപ്പൊ അവിടെ മൃഗങ്ങളെ നായാട്ടിന് ഉപയോഗിക്കുന്ന 2-3 തോക്കുകളും ഒക്കെ ഈ വാഹനത്തിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇവരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടത്തും ഇതിന്റെ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷമാണ് ഇപ്പോൾ ഈ വനിതാ സുഹൃത്തിന്റെ ബന്ധുക്കൾ കൂടിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയും ഗോപി എന്നുള്ള പേരെ ഇപ്പോൾ പോലീസ് പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് അതീവ ദാരുണമാണ്. ഏകദേശം ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയായിരുന്നു. നമുക്ക് രാവിലെ തന്നെ നമുക്ക് കേരള വിഷനോട് സന്ദീപിന്റെ അച്ഛൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് ഈ തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളവരെ മുന്നിൽ കൊണ്ടുവരണം, തങ്ങളുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് നഷ്ടപ്പെട്ടതെന്നും എന്താണ് ഇതിനുള്ള ഈ മരണത്തിനുള്ള കാരണമെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ഒക്കെ ഈ സന്ദീപിന്റെ അച്ഛൻ സദാനന്ദൻ നമുക്ക് കേരള വിഷനോട് രാവിലെ സംസാരിച്ചിരുന്നു. അരുണി. ശരി, വ്യക്തമാണ്. പ്രസാദ് MG വിവരങ്ങൾ നൽകിയത്.